பருந்த அந்த பருந்து கீழே 100 பசங்க. അപ്പം തുടങ്ങാം. എന്താണ് അപ്പം നിങ്ങൾക്ക് ആദ്യമേ ഇതിനെപ്പറ്റി എന്താണ് നിങ്ങൾക്ക് മനസ്സിലായതെന്ന് പറഞ്ഞേ. വൺസ് ബ്രോ, ഞാൻ ആരെയും വൾഗർ ലാംഗ്വേജ് എടുത്തിട്ടില്ല. സിയോണിൽ വേറെ ഗ്യാങ്ങിന് ഹെയ്റ്റ് കിട്ടുന്നെന്ന് പറഞ്ഞപ്പോൾ ലീവ് ആയി നെക്സ്റ്റ് സെർവർ പോയി കളിക്കാൻ കാണിച്ച ധൈര്യം പോലും ഇല്ല നിങ്ങൾ സീരിയസ്. അതൊന്നുമല്ല, ഞാൻ അപ്പപ്പാ പറഞ്ഞത് തീരണ വരെ ഇമോട്ടുള്ളി ആക്കട്ടെ. വേണ്ട 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 പറയട്ടെ. അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ അവർ പറയട്ടെ. അവരുടെ സംശയം ഞാൻ ഇന്ന് തീർത്തു കൊടുക്കാം. പക്ഷേ ഇന്ന് തീരണം നിങ്ങളുടെ സംശയം, മനസ്സിലായോ? ഇന്നിപ്പം കാരണം അന്നത്തെ പോലെ നിങ്ങളുടെ പ്ലേയേഴ്സ്, അതായത് RZ7 കളിക്കുന്ന സിറ്റിക്കകത്ത് കളിക്കുന്ന ഗ്യാങ്ങിലുള്ള അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള പ്ലേയേഴ്സ് സെർവറിനെ ഡീഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പെർമനൻ്റ് അടിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് ചാറ്റിൽ വരുന്ന മെസ്സേജ് ഇടുന്ന ആൾക്കാർക്ക് പെർമനൻ്റ് അടിക്കുമെന്ന് മനസ്സിലായ രീതിയിലുള്ള ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇനി എക്സ്പ്ലനേഷന് താല്പര്യമില്ല. പറയുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കുക, അത് വളച്ചൊടിക്കാതെ അതേപോലെ പോയി ഏത് ഗ്രൂപ്പിൽ വേണമെങ്കിലും പോയി പറഞ്ഞാൽ കുഴപ്പമില്ല, നോ ഇഷ്യൂസ്. പക്ഷേ പറയുന്ന കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കുക, മനസ്സിലായോ? അല്ലാതെ ഗ്യാങ് അല്ലെങ്കിൽ RZ7 ഗ്യാങ്ങിൻ്റെ അല്ലെങ്കിൽ അതിലോ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിന് ബാൻ അടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാറ്റ് വന്ന് പറയുന്നവർക്ക് ബാൻ അടിക്കുമെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ മനസ്സിലാക്കാനാണെങ്കിൽ എനിക്ക് വെറുതെ എൻ്റെ സമയം എക്സ്പ്ലെയിൻ ചെയ്ത് കളയാനില്ല. ഒന്നാമത്തെ കാര്യം മനസ്സിലായോ? ഒട്ടുമിക്ക എല്ലാവരും ട്രിഗർ ആവുന്ന ചാറ്റാണ് പ്രശ്നം. AP RZ7 സാമ്പിളോട് സ്ലോട്ട് കൊടുക്കും. പ്ലീസ് സ്വിച്ച് ടു KV അപ്പാപ്പൻ. ആരും ഇനി റിപ്ലൈ കൊടുക്കില്ല, അപ്പാപ്പൻ പറയട്ടെ. അല്ല, എനിക്ക് ആദ്യമേ മനസ്സിലാവേണ്ടത് ഈ ചോദ്യം TV ഫാൻസിനോടല്ല കേട്ടോ, RZ7 ഫാൻസിനോടാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? എന്തുകൊണ്ടാണ് നോക്കിയ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് സെർവറിൽ പെർമനൻറ്റ് ബാൻ കിട്ടിയത്? നിങ്ങൾക്ക് മനസ്സിലായത് എന്താണെന്ന് പറയാമോ? എനിക്കൊന്ന് അറിയാൻ വേണ്ടി, നിങ്ങൾ എന്താണ് മനസ്സിലാക്കി വെച്ചെന്ന് അറിയാൻ വേണ്ടി. കാരണം കുറേ പേര് പറയുന്നുണ്ട്, ചീത്ത വിളിക്കുന്നുണ്ടല്ലോ. ഒരു കണ്ടന്റ് ഞാൻ കണ്ടു, ചീത്ത വിളിയുടെ എന്തോ കണ്ടന്റ്. ഓക്കെ, സൂപ്പർ. അപ്പം നിങ്ങൾ തെറി പറഞ്ഞാൽ കുഴപ്പമില്ല, ഞങ്ങൾ ഇങ്ങനത്തെ മിസ്ലീഡിങ് കണ്ടന്റാണ് ആദ്യത്തെ പ്രശ്നം. പറയുന്ന കാര്യമല്ല കണ്ടന്റിൽ വരുന്നത്. നിങ്ങൾ കണ്ടന്റ് എടുത്തതിൽ എനിക്ക് തെറ്റത്തില്ല, എൻ്റെ മുഖം വെട്ടി ഇട്ടാൽ എനിക്ക് കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷേ കണ്ടന്റിൽ എന്തുകൊണ്ടാണ് ഈ പറയുന്ന നോക്കിയ W എന്ന് പറയുന്ന വ്യക്തിക്ക് ബാൻ കിട്ടിയത് നിങ്ങൾക്ക് മനസ്സിലായത് എന്താ ഒന്ന് പറയാമോ? TV KV ഇഷ്യൂ ആയപ്പോൾ രണ്ടുപേരും മാറി മാറി വേറെ സെർവറിലായിരുന്നു കളിച്ചത്. എന്നിട്ട് ഇപ്പോൾ എല്ലാം ആ രണ്ട് ഗ്യാങ്ങും നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ അതുപോലത്തെ ഗ്യാങ് അല്ല. എന്നിട്ടും ഈ TV KV സെർവറിൽ കളിച്ചില്ല. നിങ്ങളുടെ ഫ്യൂച്ചറാണ് എല്ലായിടത്തും എന്ന് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ടല്ലേ കടിച്ചു തൂങ്ങി നിൽക്കുന്ന സമ്മതിക്കും. അല്ലെങ്കിൽ RZ7 ഗ്യാങ് ആകുമ്പോൾ റിപ്ലൈ കൊടുക്കാം. അപ്പോൾ ഇവന്മാരുടെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല. ഈ കൊച്ചു പിള്ളേർ കാരണം നമ്മുടെ TV KV അഡ്മിൻ ചാറ്റിൽ എല്ലാം ഹെയ്റ്റ് കമൻറ്റ് സ്പ്രെഡ് ആവുന്നു. സെർവർ ഡീഗ്രഡേഷൻ. ശരി, ഇവിടെ ചോദ്യം MRG ഫാൻസിനോടാണ്, നിങ്ങൾ പറയല്ലേ? അല്ലെങ്കിൽ സോറി, RZ7 ഫാൻസിനോടാണ്. അത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ പറയുന്ന വ്യക്തിക്ക് സെർവറിൽ പെർമനൻറ്റ് ബാൻ കിട്ടിയത്? നിങ്ങൾക്ക് മനസ്സിലായ കാര്യം പറ. ഇവിടെ RZ7 ഫാൻസ് ഉണ്ടെങ്കിൽ പറയും. ഇനിയും ഇവന്മാരെ ഗ്യാങ്ങിലാക്കിയ പിന്നെ വൾഗർ അതല്ല പവർ ഗെയിമിങ്ങോ മേ ബി വൾഗർ ലാംഗ്വേജ് ആയിരിക്കും. ബട്ട് വൺ ലാസ്റ്റ് ചാൻസ് കൺസിഡറിംഗ് ഹിസ് ഫ്യൂച്ചർ ആൻഡ് സിറ്റുവേഷൻ. വൾഗർ ലാംഗ്വേജ്. ഓക്കെ, ഫെയിലിയർ മോൻ. ഫസ്റ്റ് തിങ്, ഞാൻ ഇവിടെ ബാൻസ് ആണ്, നിങ്ങൾക്ക് കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? ബാൻസ് ആൻഡ് റെസ്പോൺസിൽ നോക്കിയയ്ക്ക് ബാൻ അടിച്ചേക്കുന്ന റീസൺ എന്താ എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ? വായിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളെല്ലാവരും പഠിച്ച ആൾക്കാരല്ലേ, ഇംഗ്ലീഷ് വായിക്കാൻ അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കും. എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത് റീസൺ? ആ വ്യക്തിക്ക് വൾഗർ ലാംഗ്വേജ് എന്നാണോ എഴുതിയിരിക്കുന്നത്? സംഭവം എന്താണെന്ന് ഞാനിപ്പോൾ വന്നിട്ടേ ഉള്ളൂ. പ്ലീസ് എക്സ്പ്ലെയിൻ. ഒന്നുമില്ല ഫിലു, ഇത് RZ7 ഫാൻസ് ചോദിച്ചത്. ബ്രോ ബുദ്ധിയില്ലാത്ത ചാനൽ കണക്കില്ല. നിങ്ങളൊന്നും പറയല്ലേ, അവർ പറയട്ടെ. അവർക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ഞാൻ അവർക്കുള്ള മറുപടി കൊടുത്തിട്ട് നിങ്ങൾക്ക് പറയാനുള്ള എല്ലാം പറഞ്ഞോ. ഇല്ലെങ്കിൽ രണ്ട് കമൻറ്റും കൂടെ മിക്സ് ആയി പോകും. ഞാൻ വായിക്കുമ്പോൾ ചിലപ്പം നിങ്ങൾ പറയുന്ന എന്തെങ്കിലും വൾഗറായിട്ടുള്ളൊരു കമൻറ്റ് ഞാൻ വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വിചാരിക്കും ഞാൻ പറഞ്ഞെന്ന് വിചാരിക്കും. എന്നിട്ട് പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞിട്ടായിരിക്കും അടുത്ത കണ്ടന്റ് വരുന്നത്. കമൻ്റാണ് വായിച്ചതുപോലെ ചിലപ്പോൾ മനസ്സിലാക്കത്തില്ല. അപ്പോൾ എൻ്റെ ചോദ്യം ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? ഇത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം എന്ത് മനസ്സിലായി? എന്തുകൊണ്ടാണ് ഈ വ്യക്തിക്ക് സെർവറിൽ നിന്ന് ബാൻ കിട്ടിയത്?
നമ്മൾ കുറച്ച് നേരം മിണ്ടാതിരി. ബ്രോ ഈ ടെൻഷന് ബ്രോ ആ ടെൻഷനിൽ ചെയ്തതാണ്, അൺവാണ്ടഡ് സിറ്റുവേഷൻ ആയപ്പോയ ട്രിഗറിൽ ആയിപ്പോയി. ബ്രോ ഇപ്പോഴും പറയുന്നത് തെറിവിളിയുടെ കാര്യമാണ്. അവൻ അൺവാണ്ടഡ് സിറ്റുവേഷനിൽ തെറി വിളിച്ചതിനെ പറ്റിയേ അല്ല ഞാൻ സംസാരിക്കുന്നത്. അവൻ തെറി വിളിച്ചത് സർവറിലെ ഒരു സ്റ്റാഫ് മെമ്പറിനെ, അത് വേറെ കാര്യം, അതവിടെ നിൽക്കട്ടെ. ഞാൻ അതിനെ പറ്റിയല്ല പറയുന്നത്. ഒരു മിനിറ്റ്. സെർവർ ഡീഗ്രേഡിംഗ് ഒക്കെ ട്രിഗർ ആകുമ്പോൾ എല്ലാവരും ചെയ്യുന്നതല്ലേ? ഇന്നലെ TJ സെർവർ ഡീഗ്രേഡിങ് ചെയ്യുന്ന കണ്ടു. TJ സെർവർ ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾ ഇടാന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും പറയാം, ഞാൻ അത് കണ്ടില്ല. സത്യം പറഞ്ഞാൽ കണ്ടിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സെർവറിൽ ആക്ഷൻ വരും. ഞാൻ ഷെയ്ക്ക് എന്നോട് ഈ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു ഇതേപോലെ TJക്കാർ സെർവർ ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞത് കണ്ടില്ല. ആ വീഡിയോ ഒന്ന് അയച്ചു തരണം ഞാൻ പറഞ്ഞു. എനിക്ക് ഈ വീഡിയോ കിട്ടിയില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എൻ്റെ ഡിസ്കോഡ് ഇതാണ് എൻ്റെ ഡിസ്കോഡ്. ഇതിൽ ട്രോൾ സെഷനിൽ നിങ്ങളൊന്ന് കൊണ്ടുവന്ന് ഇടാവോ? ഇത് ട്രോൾ സെഷനിൽ കൊണ്ടുവന്ന് ഇടാവോ? ഞാൻ തമാശയ്ക്ക് പറഞ്ഞില്ല, സീരിയസ് ആയിട്ട് പറയുന്നത്. ഇതിൻ്റെ ട്രോൾ സെഷൻ കൊണ്ടുവന്നിട്. സെർവർ ഡീഗ്രേഡ് ചെയ്യുന്ന ഒരാളെയും ഈ സെർവറിൽ കളിപ്പിക്കാൻ താല്പര്യമില്ല. അത് മാനേജ്മെന്റ് ഡിസിഷനാണ്. ഇത് ഇന്നലെ തുടങ്ങിയ ഡിസിഷൻ അല്ല, ഇവർക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന ഡിസിഷൻ അല്ല. പണ്ട് തൊട്ടേ സെർവർ ഡീഗ്രേഡ് ചെയ്ത എല്ലാവർക്കും കൊടുക്കുന്ന ഒരേ ആക്ഷനാണ്. ഇപ്പോഴും നിങ്ങൾക്ക് അറിയുമെന്ന് അറിയത്തില്ല, അവൻ്റെ പേരെന്തുവായിരുന്നു മറന്നുപോയല്ലോ. ഇതേപോലെ ഒരു വ്യക്തി സെർവർ ഡീഗ്രേഡ് ചെയ്തിട്ട് ഇപ്പോഴും ബാൻ മാറ്റുമെന്ന് ചോദിച്ചുകൊണ്ട് നടക്കുക, മാറ്റി കൊടുത്തിട്ടില്ല. ഏകദേശം 2 കൊല്ലമായി, 2 years. അവൻ RP റൂൾസ് അറിയത്തില്ല, കൊണ്ടല്ലേ. RP റൂൾസ് അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടാ, RP റൂൾസ് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ അവനിപ്പോൾ എത്ര കൊല്ലമായിട്ട് നിങ്ങളിപ്പോൾ ഷെയ്ക്കിൻ്റെ കേസിലോ മാക്കിൻ്റെ കേസിലോ ഇതൊക്കെ പറ. RP റൂൾസ് അറിയത്തില്ല, ഞാൻ കൺസിഡർ ചെയ്യാം. ഓക്കെ, അവരിപ്പോൾ ഒരു RP കളിക്കുന്നുണ്ട്, 6 മാസം അല്ലെങ്കിൽ ഒരു 7-8 മാസം ആയിട്ടുള്ളൂ. ഓക്കെ, എനിക്ക് മനസ്സിലാവും. വർഷങ്ങളായിട്ട് RP കളിക്കുന്നവരടുത്ത് RP റൂൾസ് അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ, ഏത് അടിസ്ഥാനത്തിലാണ് ഞാനത് മനസ്സിലാക്കേണ്ടത്? ആ റൂൾസ് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ അത് എൻ്റെ കുഴപ്പമാണോ അത് ആ പ്ലെയറിൻ്റെ കുഴപ്പമാണോ? അത് എന്തിനാ ഇവരിങ്ങനെ റിപ്ലൈ കൊടുക്കണം? ഇവന്മാരെ ഓഡിയൻസിൽ നിന്ന് നമ്മൾ തന്നെ തെറി വിളിക്കുന്ന വരും, വേറെ ഉറപ്പാ. പോയിട്ട് മനസ്സിലാവും ആൾക്കാർക്ക്, അവർ DM വന്നിട്ട് തെറി വിളിക്കും. അത് ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. ഇത് എൻ്റെ ഈ പറയുന്നത് പോലെ ഇനിയും പറയുന്ന മനസ്സിലാവാതെ ഈ പറയുന്ന കാര്യം വേറെ രീതിയിലാണ് നിങ്ങൾ മനസ്സിലാക്കി വേറെ പലയിടത്തും പറയുന്നതെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും എൻ്റെ ലാസ്റ്റ് എക്സ്പ്ലനേഷൻ. മനസ്സിലായോ? ഇനി ഞാൻ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കൂല. അത് ക്ലിയർ കട്ടായിട്ട് ഞാൻ പറയാം. എല്ലാവരും എന്നെ തന്നെ ഡൗട്ടല്ലേ ക്ലിയർ ചെയ്യണം. അപ്പോഴും AP ഇങ്ങനെ ഇരുന്ന് റിപ്ലൈ കൊടുത്താൽ AP ചെയ്യാനുള്ള കഴിയൊക്കെ ശോകമാകും. എല്ലാവരും എന്നെ കൊണ്ട് എല്ലാ ഡൗട്ട്സ് ക്ലാരിറ്റി വരുത്തണം. ഇപ്പോൾ ഈ കഴിഞ്ഞ് തന്നെ കേൾക്കാൻ ശോകമാണ്. നല്ല RP ഒക്കെ മിസ്സാകും. ഗൈസ് എല്ലാവരും എൻജോയ് ചെയ്തു. എല്ലാവരുടെയും ലൈവ് ആണ്. നെഗറ്റീവ് കമൻറ്റ്സ് ഇഗ്നോർ ചെയ്യും. AP ആൻഡ് മാനേജ്മെൻറ്റ് എപ്പോഴും റിപ്ലൈ കൊടുത്ത് അവർ മടുത്തു. ടോട്ടൽ ഡിസിഷൻ ആണ്. നിങ്ങളൊന്നും അത്ര ബുദ്ധിമുട്ട്. ബ്രോ സ്റ്റാർട്ടിങ് ആരാ വിളിച്ചതെന്ന് കൂടി പറയണമില്ലെങ്കിൽ അങ്ങോട്ട് ചന്ദ്രൻ്റെ തലയിലോട്ട് കൊണ്ടുപോയി ഇടുന്നത്. ലാസ്റ്റ് ചാൻസ്. ഓക്കെ, ലാസ്റ്റ് ചാൻസ് ഗൈസ്. ഞാൻ നമ്മുടെ ടർഫ് എന്നാ ടർഫ് നടത്തി എനിക്ക് തോന്നുന്നു ഒരു 3 ദിവസം മുമ്പ് എന്താണെന്ന് തോന്നുന്നു ടർഫ് നടന്നത്. ഓക്കെ, എനിക്ക് സൺഡേയോ സാറ്റർഡേയോ വീക്കെൻഡിലായിരുന്നു. ആ വീക്കെൻഡിൽ ആയിരുന്നു, അത് മൺഡേ ആയിരുന്നു, എനിക്ക് ഓർമ്മയില്ല, കറക്റ്റ് ഡേറ്റ് ഓർമ്മയില്ല. അന്ന് ഞാൻ ഇപ്പം തന്നെ നോക്കി പറഞ്ഞുതരാം, വെറുതെ ഒന്നിനും ഡൗട്ട് വെച്ചോണ്ടിരിക്കുന്നത്. കാരണം എൻ്റെ ലൈവിലുള്ള സാധനങ്ങൾ ഇതല്ല, ഞാൻ ഈ പറയുന്നതല്ല ലൈവിലാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രൂഫ് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് എടുത്ത് വേണമെങ്കിലും നോക്കാം. ടർഫ് ഷെഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ ഇത് ലേറ്റസ്റ്റ് ഷെഡ്യൂളായിരിക്കും. ഡേറ്റ് 12/7. അപ്പം ഇത് വരാൻ പോകുന്ന ഇതിൻ്റെയാണ്. അപ്പോൾ ഇതിന് മുന്നേ തീർന്നത് 4 ശനിയാഴ്ച, സൺഡേ, സാറ്റർഡേ സൺഡേ ആണ് ടർഫ് നടന്നത്. ഓക്കെ, ഈ ടർഫ് നടക്കുന്ന ദിവസം ആണോ അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. ടർഫ് നടക്കുന്ന ദിവസം തന്നെ, യെസ്. അന്ന് ഞാൻ ഇതേപോലെ മാലിക്കിൻ്റെ വീഡിയോ ഞാൻ കണ്ടു. അതായത് ഇവിടെ കളിപ്പിക്കൂല, ഈ സെർവർ കളിപ്പിക്കൂല എന്ന് പറയുന്നൊരു വീഡിയോ. അത് കണ്ടിട്ട് നോക്കിയ പറയുന്ന വീഡിയോ. ഈ 2 പ്ലേയേഴ്സ് പറയുന്നത് കണ്ടതിന് ശേഷം ഞാൻ അന്ന് ഒരു ലാസ്റ്റ് വാർണിംഗ് തന്നായിരുന്നു. എന്തായിരുന്നു ലാസ്റ്റ് വാർണിംഗ്? ഓർമ്മയുണ്ടോ? എന്തായിരുന്നു ലാസ്റ്റ് വാർണിംഗ്? ഞാൻ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു. ഇനി ഒരു പ്ലെയറെങ്കിലും അവർ സെർവർ ഡീഗ്രേഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആ ഗ്യാങ്ങിന് മൊത്തം പെർമനൻ്റ് അടിക്കുമെന്ന് പറഞ്ഞു. RC ഗ്യാങ് ആക്കൂല എന്ന് ഞാൻ പറഞ്ഞു. അതെല്ലാം വിട്, ഞാൻ അതിനെ പറ്റി ഒന്നും നോക്കുന്നില്ല. പക്ഷേ ആ പറഞ്ഞ പ്ലെയറിനെങ്കിലും ഞാനിവിടെ ബാൻ അടിച്ചില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ
ഈ പറയുന്ന ബാക്കിയുള്ള പ്ലെയേഴ്സിനും സെർവറെ ഡീഗ്രേഡ് ചെയ്യാനുള്ള ത്വര വരും. അതെനിക്ക് താല്പര്യമില്ല. മനസ്സിലായോ? ഇവിടെ സെർവർ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് ഒരു പ്ലെയറും ബുദ്ധിമുട്ടി കളിക്കണ്ട. സെർവറിനെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് ഒരു പ്ലെയറും ബുദ്ധിമുട്ടി കളിക്കണ്ട. അത്ര എനിക്ക് പറയാനുള്ളൂ. അത് ഏത് ഗ്യാങ്ങിലെ പ്ലെയർ ആയിക്കോട്ടെ. ഇന്നലത്തെ ലൈവിലും നോക്കി എന്താ പറഞ്ഞേ? ഇന്നലത്തെ ലൈവിൽ എന്താ പറഞ്ഞേ? അതിന്റെ ക്ലിപ്പ് ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു, നോക്കട്ടെ. ഒന്ന്, ഇവിടെ ഉള്ള സ്റ്റാഫിനെ പച്ചക്ക് തെറി. അത് ആർപിക്കകത്ത് ഉള്ള സിറ്റുവേഷനിൽ തെറി പറഞ്ഞു എന്ന് ഓക്കെ, അങ്ങനെ വിചാരിക്കുവാണെങ്കിൽ പോലും ആ പറയുന്ന പ്ലെയറിനും ബുദ്ധിമുട്ടുണ്ട് ബ്രോ. എന്നിട്ടാണോടാ ഗ്യാങ് ആക്കാതെ നിന്റെ ഓക്കെ. എന്നിട്ട് ഈഗിൾ ഡാഷ്. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അതുകൊണ്ട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഈ സെർവറിൽ ഗ്യാങ് ആക്കാത്തത് ഈ പറയുന്നത് പോലെ ഈഗിൾ പറഞ്ഞിട്ടാണോ? അപ്പോൾ ഈ സെർവറിന്റെ ഡിസിഷനും മാനേജ്മെന്റും ഒക്കെ കാണാതിരിക്കുവാന്ന് ഇവിടെ. ഇതേ കാര്യം തന്നെ പറഞ്ഞതിന്റെ പേരിലല്ലേ ലാസ്റ്റ് വാണിംഗ് കൊടുത്തത്? ഇതേ സെയിം കാര്യം പറഞ്ഞതിന്റെ പേരിലല്ലേ ലാസ്റ്റ് വാണിംഗ് കൊടുത്തത്? അതും കുറെ കണ്ടന്റ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. കുറെ ആൾക്കാർ വെട്ടി എന്തുവാ MRCയുടെ ആരോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അവന്റെ പേരെന്തുവായിരുന്നു? മാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ കണ്ടിട്ടുണ്ടാവല്ലോ എല്ലാരും. നിങ്ങളുടെയൊക്കെ തന്നെ ഗ്രൂപ്പിൽ കുറെ വീഡിയോ വന്നിട്ടുണ്ടാവല്ലോ, മാസ് എന്ന് പറഞ്ഞിട്ട്. ജസ്റ്റ് 24 hour ആയതുകൊണ്ട് ചിലപ്പോൾ വീഡിയോ ഒക്കെ പോയിട്ടുണ്ടാവും. ബട്ട് അതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരുന്നല്ലോ. എന്നിട്ടും വീണ്ടും വന്ന് അന്ന് ഞാൻ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു, ഇനി സെർവർ ഡീഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ വാണിംഗ് ഉണ്ടാവത്തില്ല, ഇത് ഫസ്റ്റും ലാസ്റ്റും വാണിംഗ് ആണെന്നുള്ള കാര്യം. എന്നിട്ടും വന്നിരുന്ന് ശരി ട്രിഗറിന്റെ പുറത്ത് പറഞ്ഞു, അതിന്റെ പുറത്ത് പറഞ്ഞു, ഇതിന്റെ പുറത്ത് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് തന്നെ എല്ലാ ഗ്യാങ്ങും വന്ന് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കിത് കേൾക്കാനേ സമയം കാണത്തുള്ളൂ. അപ്പം ഫസ്റ്റ് തിങ് ഇത് മനസ്സിലായോ? ഇതിൻ്റെ പേരിലാണ് വീണ്ടും ഒരു വാണിംഗ് കൊടുത്തത് പോരാതെ വീണ്ടും സെർവർ ഡീഗ്രേഡ് ചെയ്തതിൻ്റെ പേരിലാണ് നോക്കിയ എന്ന് പറയുന്നൊരു വ്യക്തിക്ക് സെർവർ ഡീഗ്രേഡേഷൻ്റെ ആക്ഷൻ വന്നത്. അത് ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ പറയുന്ന TGയുടെ പ്ലെയേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കൊണ്ടുപോവാ. എൻ്റെ ഡിസ്കോഡ് ഇതാണ്. ഇതിൻ്റെ ലിങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾ ഇട്ടാൽ മതി. ട്രോൾ സെഷനിൽ കൊണ്ടുവന്ന് ഇട്ടാൽ മതി. ഇതിൻ്റെ ലിങ്ക് ഇല്ലെങ്കിൽ ഞാൻ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ലിങ്ക് ഇൻവൈറ്റ് ക്രിയേറ്റ് ചെയ്ത് തരാം. എവിടെ ഇതിൻ്റെ അത് കാണുമല്ലോ ഇൻവൈറ്റ് ലിങ്ക്. ഇൻവൈറ്റ് ടു സെർവർ ഇതാണ് ലിങ്ക്. ഓക്കെ, ഇതിൻ്റെ അകത്ത് കയറിയിട്ട് നിങ്ങൾ TJ ഡീഗ്രേഡ് ചെയ്യുന്നതെന്ന് പറയുന്ന സെർവർ അത് ഞാൻ കണ്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ കണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആക്ഷൻ വരും. തമാശയല്ല പറയുന്നത്. ഇവിടെ ഒരു പ്ലെയറിനെയും ഇവിടെ സെർവർ ഡീഗ്രേഡ് ചെയ്ത് ബുദ്ധിമുട്ടി ഇവിടെ ഒരുത്തരും കളിക്കണ്ട. അങ്ങനെ ഡീഗ്രേഡ് ചെയ്യുന്നവരെ കളിപ്പിക്കാനും താല്പര്യമില്ല. ഇത് തമാശയല്ല. ഹലോ, ഹായ് ആൽഫ. നോക്കിയായിരുന്നോ ബ്രോ? എന്തുവാ DM ഞാൻ ചെക്ക് ചെയ്യാം. ലൈവാ. ഓക്കെ അതാ ഞാൻ ഇത് നോക്കിയുടെ ഫസ്റ്റ് വാണിംഗ് എന്നാണോ നിങ്ങൾ വിചാരിച്ചേക്കുന്നത്? ഈ നോക്കിയുടെ ഇതിന് മുന്നേ ഞാൻ ലൈവ് കൊടുത്ത ഫസ്റ്റ് വാണിംഗ് അല്ല. അതിന് മുമ്പ് അവൻ ബെല്ലാരി കളിച്ചിരുന്ന സമയത്തും T47 കളിച്ചത് അത്ര വലിയ പ്രശ്നമില്ലായിരുന്നു കേട്ടോ. ബെല്ലാരി കളിച്ചിരുന്ന സമയത്ത് ഇതേപോലത്തെ സിനാരിയോസ് വന്നിട്ടിട്ടുണ്ട്. ഇതാണോ വീഡിയോ? ഞാൻ എന്തായാലും കാണാം. ചന്ദ്രൻ കേസ് എന്തായി ബ്രോ? സ്റ്റാർട്ട് ചെയ്ത് ആരാ ബ്രോ? അപ്പോൾ ചിലപ്പോൾ തെറിവിളി സ്റ്റാർട്ടാക്കിയത് ഇതാണ്. ട്രിഗറാക്കി നോക്കിയ ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ പോയി വേറെ ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ,
ഈ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെ കേസ് ഓക്കെ, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവും. പക്ഷേ എന്താ പറയുക, ഒരു ഇതുണ്ട്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടേത് നമുക്ക് കിട്ടും, വാട്ട് എവർ ഇറ്റ് മേ ബി. അത് നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും. മനസ്സിലായോ? ഒരു വട്ടം പറഞ്ഞു കൊടുത്തു, മനസ്സിലായോ? അതിൽ മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? ഓർ കറണ്ട് സിനാരിയോ ഇപ്പോൾ ബാൻ മാറ്റാൻ ഉദ്ദേശിച്ചിട്ടില്ല. ചിലപ്പോൾ മാറ്റി കൊടുക്കുക, ഇപ്പോഴല്ല. എന്തായാലും ഇപ്പം മാറ്റാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതാണ് മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം, അല്ലെങ്കിൽ എൻ്റെ തീരുമാനം. കാരണം സർവർ ഡീഗ്രേഡ് ചെയ്ത് അത്രയും എളുപ്പത്തിൽ മാറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും അത് ചെയ്യണമെന്നുള്ളൊരു തോന്നൽ വരും. അതെനിക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തില്ല, അത് ഞാൻ ചെയ്യത്തുമില്ല. ഓക്കെ, ഇനിയിപ്പം അടുത്ത ഇത് പറയും നോക്കിയേക്ക് ബാൻ അടിപ്പിച്ച് ഈഗിളാന്ന് പറയുവാണെങ്കിൽ അങ്ങനെ, അത് നിങ്ങളുടെ ഇഷ്ടം. അതും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ക്ലിപ്പ് കണ്ടല്ലോ, ഗ്യാങ് ആക്കുമോ 3 തീരുമാനിക്കുന്നു. എന്താ ബ്രോ? അപ്പോൾ എന്ത് ഈഗിള് പറയുന്ന ക്ലിപ്പാണല്ലോ. വീഡിയോ നോക്ക്. ഈ വീഡിയോ ആണ് പ്ലേ ചെയ്യേണ്ടത്. ഇതെന്ത് ഇത്? നോക്കിയ പട്ടിപ്പൂറി മോനെ, നീ പിന്നെ എന്നാ കുണ്ണൊക്കെയാ കളിക്കണത്? ആർപി ഈ ക്ലിപ്പാണ് നിങ്ങൾ പറയുന്നത്? ഈ ക്ലിപ്പിൽ എന്താണ് ഞാൻ കാണേണ്ടത്? ഇതല്ല, ഇതാണോ? അപ്പൊ മാലിക്കിന്റെ കേസ്, മറ്റേ കൊച്ചുവിന്റെ മാറ്റിയിട്ട് മാലിക്കിനെ ഇറക്കുന്ന കാര്യം, അത് കറക്റ്റ് പക്കു ആദ്യമേ ഇറക്കാൻ സമ്മതിച്ചാണ്. അത് കഴിഞ്ഞിട്ട് പക്കുവിന് കോൾ വന്നു, മാനേജ്മെന്റിന് കോൾ വന്നു. അപ്പൊ ഇറക്കാനുള്ള തീരുമാനിച്ചു. രണ്ടാമത് ഇപ്പൊ അടുത്തത് ലൂക്കാസിനെ ഇറക്കാൻ സമ്മതിച്ചു. ലൂക്കാസിനെ ഇറക്കി റിവൈവ് ചെയ്ത് ലൂക്കാസ് വണ്ടി കയറി കഴിയുമ്പോഴത്തേക്കും പക്കുവിന് അടുത്ത് കോൾ വന്നു. അതാണ് സംഭവം. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണത്? അപ്പൊ മാലിക്കിന്റെ കേസ്, മറ്റേ കൊച്ചുവിന്റെ സെയിം. ഇതെന്തോ ഇത്? ഒരു കാര്യം പറയട്ടെ, പുറത്ത് തെറി വിളിച്ചതിനാ ഓസിയിൽ തെറി വിളിച്ചതിനാ എന്തോ ടിക്കറ്റ് എന്തോ പരിപാടി ഉണ്ടെന്ന് പറയണ കേട്ടു. അല്ല, ഓസിയിൽ അങ്ങനെ ടിക്കറ്റ് ഉണ്ടെങ്കിൽ അവന്മാര് വരുന്ന വിളിച്ചല്ലോ. നമ്മുടെ സിറ്റിയിലിരുന്നല്ലോ വിളിക്കുന്നത്, സിറ്റിക്ക് പുറത്തിറങ്ങിയിട്ടല്ലേ വിളിക്കുന്നത്. അവര് എക്സ്പ്ലാൻഡീസ് പറഞ്ഞിട്ടുണ്ടല്ലോ, പുറത്ത് നടക്കുന്ന കാര്യത്തിലൊന്നും അവര് ഇടപെടത്തില്ലാന്ന്. ആരാ നിന്റെ അടുത്ത് പറഞ്ഞു? വെയിറ്റ് ആരാ? ഇതില് ഈ കോളിന്റെ കേസ് ചെറിയ ചെറിയ കൺസിഡറേഷൻസ് നമ്മൾ കണ്ണടയ്ക്കാറുണ്ട്. പക്ഷേ അത് നമ്മൾ പൊട്ടന്മാരാന്ന് കരുതരുത്. ഇത് കാണുന്നവരോടാണ് പറയുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ണടയ്ക്കാറുണ്ട്. ഈ പറയുന്ന വ്യക്തി ചിലപ്പം പാക്കുവിൻ്റെ വീട്ടിൽ പോയി ഇരുന്നിട്ടായിരിക്കും ചിലപ്പോൾ കണ്ടത്. ചിലപ്പോൾ പാക്കൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ആ പാക്കുവിൻ്റെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കാണുന്നു, ഇങ്ങനെ പറയുന്നുണ്ട് പാക്കുവിന് കോള് വരുന്നതായിട്ട് പുള്ളി കാണുന്നു. അങ്ങനെ ചിലപ്പോൾ കണ്ടതിൻ്റെ പേരിലായിരിക്കും ചിലപ്പോൾ പുള്ളി പറഞ്ഞിട്ടുണ്ടാവുന്നത്. അയ്യോ, ഇന്നലത്തെ POVs ചിലപ്പം അഡ്മിൻസിൻ്റെ കാണും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, സർവറിൽ ഇതുവരെ ഫയറിങ് അതായത് വെടിവെപ്പ് തുടങ്ങിയതിന് ശേഷം പ്ലെയർ സ്വാപ്പിംഗ് ചെയ്തിട്ടില്ല. ഓക്കെ, നമ്മൾ പ്ലെയർ സ്വാപ്പിംഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വെടിവെപ്പ് തുടങ്ങുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ പ്ലെയർ ഡൗൺ ആവുന്നതിന് മുമ്പ്. രണ്ട് സൈഡും പ്ലെയർ ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ സ്വാപ്പിംഗ് അലോ ചെയ്തിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെടിവെച്ച് കഴിഞ്ഞ് കത്തിപ്പോയി, രണ്ടുപേരെ ഞങ്ങളുടെ കത്തിപ്പോയി, അതുകൊണ്ട് രണ്ടുപേര് വേറെ കയറുന്ന പറഞ്ഞ് കയറ്റിയാൽ പോലും എല്ലാവർക്കും. ഒന്നത്.
2 ഈ പറയുന്നത് പോലെ എന്താണ് രണ്ടാമത്തെ പ്ലെയറിൻ്റെ VDM കേസ്, ആ VDM കേസ് POV വ്യക്തമായി കണ്ടു. ഓക്കെ, VDM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ വെളിയിൽ നിൽക്കുമ്പം വന്ന് ഇടിച്ചു, വണ്ടി വെച്ച് ഇടിച്ചു, അല്ലെങ്കിൽ വണ്ടിയുടെ പുറകെ നിൽക്കുന്നു, ഇവർ കാണാതെ വന്ന് ഇടിച്ചു. ഓക്കെ, മനസ്സിലാക്കാം. ഇന്നലത്തെ VDM കേസിൽ നടന്ന ആൽഫ ഫ്രീ ആണോ? ആൽഫ കണ്ടോ? നിന്നെ വിളിക്കുന്നുണ്ട്. പിന്നെ ഇന്നലത്തെ VDM കേസിലെ വ്യക്തമായ POV വേണമെങ്കിൽ ഇവിടുത്തെ അത് കണ്ടവരോട് ചോദിച്ചിട്ട് ഞാൻ ലൈവിൽ തന്നെ കാണിച്ചു തരാം. വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ ആ വണ്ടി വന്ന് പിറ്റ് ചെയ്തു. ഓക്കെ, ആ വണ്ടി പിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ വണ്ടി തെറിച്ച് പോയി. ഈ തെറിച്ച് പോയതിൻ്റെ ഇടയ്ക്ക് പുള്ളി F ഞെക്കി വണ്ടിയിൽ നിന്ന് ഇറങ്ങി. പുള്ളി തറയെ വീണു, പക്ഷേ ഹെൽത്തും വേറൊന്നും പോയിട്ടില്ല. പുള്ളി എണീറ്റു, റീഫ്രഷ് അടിച്ചു, ഓടുന്ന വഴിക്ക് വെടി കൊണ്ട് ചത്തു. ഇത് VDM എന്ന് ക്ലെയിം വന്നു. സെർവർ സൈഡിൽ നിന്ന് അത് VDM അല്ല എന്ന് പറഞ്ഞു. ഈ 2 കാര്യങ്ങളാണ് ഇപ്പം നടന്നിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞത് സെർവർ ഡീഗ്രേഡിംഗ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെർവർ ഡീഗ്രേഡിംഗ് തന്നെയാണ്. ഇതിൻ്റെ ഉറപ്പായിട്ടും കൊമ്പനെ വിളിച്ച് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാണിംഗ് കൊടുക്കും ഇന്ന്. ഇതിൻ്റെ അപ്പുറം ഇനി ലൈവിലിരുന്ന് ഇമ്മാതിരി ഒരു വർത്തമാനം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ബാൻ ആയിരിക്കും. അത് ഏത് പ്ലെയർ ആണെങ്കിലും. FRP ഏജൻസ് ആരും ഇല്ലേടി ഇവിടെ? പാക്കറുണ്ടല്ലോ. പാക്കരാ, ഞാൻ നിനക്കൊരു ക്ലിപ്പ് അയച്ചു തരാം. ഓക്കെ, വാക്കർ ബ്രോ, ആ ക്ലിപ്പ് ഒന്ന് കണ്ടേ ബ്രോ. ബ്രോ ക്ലിപ്പ് ഒന്ന് കണ്ടേ ബ്രോ, പെട്ടെന്ന് കണ്ടേ. വിളിച്ചു എന്ന് പറഞ്ഞ സാധനമാണോ ഇത്? ഞാൻ കണ്ടായിരുന്നു. അത് ബ്രോ കണ്ടായിരുന്നോ? അത് ഇത് ഞാനല്ല അപ്പാപ്പനെ അങ്ങോട്ട് വിളിച്ചത്. ആണോ? ഇത് പറയാനാണ് നീ എന്നെ വിളിച്ചേ? ഇത് പറയാനല്ല വിളിച്ചത്. നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചേ, അത് അവിടെ നിൽക്കട്ടെ. അത് അവിടെ നിൽക്കട്ടെ, അതല്ല ചോദ്യം. ഇത് കണ്ടായിരുന്നോ നീ? ഇല്ല, ഞാൻ എന്താ പറഞ്ഞേന്ന് കേട്ടിട്ടില്ല. അത് പ്ലേ ചെയ്ത് വിളിച്ചു മാനേജന്റ് വിളിച്ചു എന്ന് മാത്രമല്ല. അത് കേക്കോ? എടുത്ത് കേക്ക്. പിന്നെ ഇന്നലെ കോള് വന്നിട്ടേ, കോള് വിളിച്ചതിൻ്റെയും കൂടെ ഞാൻ കാണിച്ചു തരാം. കോൾ ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. കോൾ ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, ഞാനത് കാണിച്ചു തരാം. ഞാൻ ഇന്നലെ ഫോർസ കളിച്ചോണ്ടിരിക്കുക ഈഗിളായിട്ട്. ഫോർസ കളിക്കുന്നതിനിടയ്ക്കാണ് ഈ ദാറി എന്നെ വിളിച്ചത്. അപ്പോൾ ഒരു കൈ സ്റ്റിയറിങ്ങും ഒരു കൈ ഫോണുമായിട്ടാണ് ഞാൻ ഇവിടെ കോൾ എടുത്തത്. എന്തെങ്കിലും അത്യാവശ്യ ഘട്ടത്തിലായിരിക്കും വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ഹിസ്റ്ററി ഇന്നലെ തന്നെ വിളിച്ച്. ഇന്ന് 10 മണിക്കല്ലേ? പുലർച്ചയ്ക്കല്ലേ? ഈ 10:06 PM എന്ന് പറഞ്ഞാൽ നീ വാട്സാപ്പിലാണ് വിളിച്ചേ? വാട്സാപ്പ് കോളാ. ഇതിനകത്ത് കുറെ കോളുകൾ ഉണ്ടാവുമല്ലോ. ഇത് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ. കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ ബ്രോ. നിങ്ങൾക്ക് കാണുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ വലുതാക്കി കാണിച്ചുതരാം. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? കാണാമോ? അയ്യോ പാക്കുവിന്റെ നമ്പർ. അയ്യോ ഇത് എന്തുവാന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? ഇത് കാണുന്നില്ലല്ലോ, ക്ലാരിറ്റി ഇല്ലല്ലോ ഇതിന്. ഫോക്കസ് അതില് ഈ മാങ്ങാണ്ട് ഇൻകമിങ് എഴുതിയത് എങ്ങനെ ഫോക്കസ് ആവാത്ത? എന്താ ഫോക്കസ് ആവും ക്യാമറ? ഹലോ, ഞാൻ സ്ക്രീൻഷോട്ട് കാണിച്ചുതരാം. വെയിറ്റ് ചെയ്യാം. പിന്നെ നമ്പർ കണ്ടാലും കുഴപ്പമില്ലെന്നല്ലേ പറഞ്ഞേ. അപ്പൊ ഇവനെ തന്നെ ഞാൻ സ്ക്രീൻഷോട്ട് കാണിച്ചുതരാം. നമ്മള് അക്യുസേഷൻസ് ഒന്നും വെച്ചോണ്ടിരിക്കരുത്. സ്പോട്ടിൽ ക്ലിയർ ചെയ്ത് വിടണം. ഡിസ്കോഡ് നിന്റെ ചാറ്റിൽ കാണിക്കാൻ പറ്റുന്ന എന്തൊക്കെയുണ്ട് ബ്രോ? എന്റെ മെസ്സേജ് കാണാവോ? നീ കാണുന്നുണ്ടോ? ഞാൻ കാണുന്നില്ല. അത് അവിടെ അല്ലേ, ലൈവിലല്ലേ? ഇത് കാണുന്നുണ്ടോ ബ്രോ? ഇതില് നിങ്ങൾക്ക് നോക്കിയാൽ വായിക്കാൻ അറിയാവുന്നവർക്ക് മനസ്സിലാവും. ഇൻകമിങ് കോളാണ്. രാത്രി 1 മണിക്കാണ് എനിക്ക് കോള് വന്നത്. സംസാരിച്ചത് 58 സെക്കൻഡാണ്.
ഓക്കെ. ഇവൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഇതേപോലെ ഇന്ന് കളിച്ചില്ല. നമ്പർ പോയി. അത് നമ്പർ എടുത്തു. ഇന്ന് പാക്കുവിനെ തെറി വിളിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം. ചിലപ്പോൾ കൂടുതൽ അറ്റാക്കിങ് നിങ്ങൾക്ക് വരും കേട്ടോ. സൈബർ ബുള്ളിങ്. നമ്പർ മാറ്റുന്നതാണ് നിന്റെ സേഫ്റ്റിക്ക് നല്ലത്. ഇത് ഞാൻ പറഞ്ഞില്ല കേട്ടില്ല എന്ന് പറയുന്നത് കേട്ടോ. നമ്പർ മാറ്റുന്നുണ്ടെങ്കിൽ എവിടൊക്കെ മാറ്റണം അറിയോ? അപ്പം നിങ്ങൾക്ക് ഈ ഒരു കാര്യം പിടികിട്ടിയല്ലോ. അപ്പോൾ എനിക്ക് ഇങ്ങോട്ടാണ് വിളിച്ചത്. ഞാൻ മാനേജ്മെൻറ്റിൽ അങ്ങോട്ടല്ല കോള് പോയെ. ഇവൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, അപ്പപ്പാ ഇതേപോലെ നമ്മൾ വെടിവെപ്പ് അതായത് ഫയറിങ് ഇനിഷ്യേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വെടിവെച്ച് ആൾ ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മൾ പ്ലെയർ സ്വാപ്പിംഗ് അലോ ചെയ്യുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് അങ്ങനൊരു സാധനം അലോ ചെയ്യില്ല. അത് നീ ചോദിക്കാനുണ്ടായ റീസൺ എന്തായിരുന്നു പാക്കര? ചോദിക്കാനുണ്ടായത് ഞാൻ എന്റെ ഒരു അറിവിൽ ഞാൻ ചെയ്തിരുന്നു. മനസ്സിലായോ? ഇവരുടെ എന്നിട്ട് ഇവര് വന്നിട്ട് പറഞ്ഞു ഇവരുടെ മാസിന്റെ ഒരു സിറ്റുവേഷനിൽ ഇതുപോലെ ഒരു പ്ലെയറിന്റെ പോയപ്പോൾ ഇവർക്ക് സ്വാപ്പിംഗ് കൊടുത്തില്ല. അപ്പാപ്പനാണ് അന്ന് അഡ്മിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പാപ്പനാണ് ഹാൻഡിൽ ചെയ്തേ എന്നും പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അപ്പാപ്പൻ എന്നെ വിളിച്ചു ചോദിച്ചതും. അതെ, ഓക്കെ. ആ സാധനവും പാക്കറിന്റെ ലൈവിൽ കിടപ്പുണ്ടാവും. ഞാൻ ഫോൺ വിളിച്ചതാണ്. ഞാനാണ് എടുത്ത് ഫോൺ വിളിക്കുന്നത്. എന്റെ വെബ്കാം ഓൺ ആണ്. അപ്പോഴത്തേക്ക് മാനേജ്മെന്റ് അല്ല അവരെ വിളിച്ചത്. അവൻ മാനേജ്മെന്റിനെ വിളിച്ചിട്ടാണ് ചോദിച്ചത്. അതായത് വെടിവെച്ച് ആള് ഡൗൺ ആയി കഴിഞ്ഞാൽ, അതും ഒരു കോമഡി കേൾക്കണം. ഇതിന് ഏത് ഗ്യാങ് തമ്മിലാന്ന് പോലും എനിക്ക് അറിയത്തില്ല. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഏത് ഗ്യാങ് തമ്മിലാന്ന് പോലും എന്നോട് പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞു അപ്പപ്പാ ഇതേപോലെ ആള് ഡൗൺ ആയതിനു ശേഷം നമ്മൾ പ്ലെയറിനെ സ്വാപ്പ് ചെയ്ത് കൊടുക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആൾ ഡൗൺ ആയ ശേഷം നമ്മൾ പ്ലെയർ സ്വാപ്പിംഗ് ഇല്ല. അത് ഫയറിംഗ് ഇനിഷ്യേറ്റ് ആയി വെടിവെച്ച് തുടങ്ങി ആൾ ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പ്ലെയറിനെ മാറ്റി കൊടുക്കൂല. അതിന് മുമ്പ് വരെ നമ്മൾ മാറ്റി കൊടുക്കും, ഒരു കൺസിഡറേഷൻ കൊടുക്കും. മനസ്സിലായോ? സോ അപ്പോൾ ലൈവിലിരുന്ന് ബ്രോ അറിയാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം ഇത് ബ്രോയ്ക്കും ഫസ്റ്റും ലാസ്റ്റും വാണിക്കാട്ടി കാണുക. പാക്കറ കൊമ്പനെ വിളിപ്പിക്കുക, വ്യക്തമായിട്ട് കാര്യം പറഞ്ഞു കൊടുക്കുക. ഇത് സർവർ ഡീഗ്രേഡിങ് ആണ്. രണ്ടാമത് ഇത് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്നവന് ഇവിടെ കാണത്തില്ല, ചിലപ്പോൾ ആ ഗ്യാങ് ഇവിടെ കാണത്തില്ല. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഗ്യാങ്ങിന്റെ ചിലപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യും, പക്ഷെ ആ പറയുന്നവൻ എന്തായാലും ഇവിടെ കാണത്തില്ല. അതൊന്ന് കൺവേ ചെയ്തേക്കുക. മാർക്കോ മനസ്സിലായല്ലോ? ആ വീഡിയോ വേണമെങ്കിൽ പാക്കറിന്റെ നീ വാങ്ങിച്ചാൽ മതി കേട്ടാ. സിദ്ധു അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. അവിടെ കക്കാശി ഡൗൺ ആണ്. ഞാൻ ഇവിടെ ഒരു സിറ്റുവേഷനില്ല. ഡ്രൈക്കൺ അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. സിദ്ധുവിന്റെ അടുത്തൊരു പിക്ക്. ഓക്കെ, ബാബ കല്യാണി അവിടെ സിദ്ധുവിനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ബാബ കല്യാണി എന്റെ ഡ്രൈക്കൺ ലാസ്റ്റ് 1v1 അല്ല, ഇവിടെ ഡിഎക്സിന്റെ ഭാഗത്തുനിന്ന് ഒരു 3 പ്ലേയേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ട്, എനിക്കറിയത്തില്ല. ഇതിലോട്ടെ നിങ്ങൾ ആരും തെറിയ വിളിക്കുന്നത്. ഓക്കെ, അപ്പം ആ ഒരു കാര്യം തീരുമാനമായോ? എന്തായാലും തൽക്കാലം ബാൻ മാറ്റി കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. അത് ഇപ്പം അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഞാൻ എല്ലാ ഇതേപോലെ സർവറിനെ ഡീഗ്രേഡ് ചെയ്യുന്നവർക്ക് എല്ലാം ബാൻ മാറ്റി കൊടുക്കേണ്ടി വരും. തൽക്കാലം അത് ഉദ്ദേശിച്ചിട്ടില്ല. അപ്പം ആ ഒരു ക്ലാരിറ്റി ഇല്ല. അപ്പോൾ അവന് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കി കൊടുക്കുന്ന മെയിൻ മീഡിയം മുണ്ടകളെ ഈ സർവർ അത് നോക്കിയാൽ ആലോചിക്കണ്ടേ. അങ്ങനെ ഞാൻ വെച്ച് തിരിച്ച് തെറി പറയാൻ വന്നായിരിക്കും. പോട്ടെ, അടുത്ത ഫ്യൂച്ചറിൽ ഗ്യാങ് ആക്കാൻ ചാൻസ് ഉണ്ടോ? RSS7 ഗ്യാങ് ആവില്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ മെയിൻ റീസൺ നിങ്ങൾക്ക് ഞാനത് ഇന്നലെ ലൈവ് പറഞ്ഞായിരുന്നു. അതായത് OCയിലോട്ടുള്ള കാര്യങ്ങൾ ഡ്രാഗ് ചെയ്യുന്നതാണ് പ്രശ്നം. അത് രണ്ട് സൈഡും പറഞ്ഞായിരുന്നു. രണ്ട് സൈഡ് OCയിലോട്ട് കാര്യങ്ങൾ ഡ്രാഗ് ചെയ്ത് പോകാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് റെഡി ആവില്ല. നമുക്ക് ഈ സെർവറിൽ അങ്ങനെ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഇന്നലെ നമ്മൾ ഗ്യാങ് ആക്കുമല്ലോ അത് തീരുമാനിച്ചത്. ഓക്കെ, ഈ ഒരു സിനാരിയോ അത് അവരെ വിളിച്ച് കൺവേ ചെയ്തിട്ടുണ്ടായിരുന്നു, അവരോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുത് എന്ന്